ഹലോ, ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് വീട്ടിലുള്ള സാധനങ്ങൾ മാത്രം വെച്ച് ചെയ്യാൻ പറ്റുന്ന നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു പുഡിങ്ങിൻ്റെ റെസിപ്പി ആയിട്ടാണ്. കുട്ടീസിന് വേണമെങ്കിൽ പോലും ഉണ്ടാക്കാൻ പറ്റും. അപ്പോൾ എങ്ങനെ ചെയ്യുന്നത് നോക്കാം. അപ്പോൾ ആദ്യം തന്നെ ഞാനിവിടെ ഒരു പാൻ എടുത്തിട്ടുണ്ട്. അതിനകത്തോട്ട് നമുക്ക് പഞ്ചസാര ഒന്ന് മെൽറ്റ് ചെയ്തെടുക്കണം. അപ്പോൾ ഒരു 1/4 കപ്പ് പഞ്ചസാര ഞാൻ ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതിനകത്തോട്ട് ഏകദേശം ഒരു 1/4 കപ്പ് തന്നെ വെള്ളം ഒഴിച്ചിട്ട് നന്നായിട്ടൊന്ന് മെൽറ്റ് ചെയ്തെടുക്കുക ചെയ്യുന്നത്. അതിൻ്റെ കൂടെ തന്നെ ഒരു 1/2 ടീസ്പൂൺ ഏലക്കാപ്പൊടിയും കൂടെ ചേർത്തിട്ടുണ്ട്. ഇതൊന്ന് പഞ്ചസാര നന്നായിട്ടൊന്ന് അലിഞ്ഞ് കിട്ടിയാൽ മതി. അത്ര നേരം മാത്രം വേവിച്ചാൽ മതി. അപ്പോൾ ഇതിപ്പോൾ ഇവിടെ അലിഞ്ഞിട്ടുണ്ട്. നമുക്കിത് അങ്ങോട്ട് മാറ്റി വയ്ക്കാം. അപ്പോൾ ഇനി നമുക്ക് പാലൊന്ന് തിളപ്പിക്കണം. അതിന് വേണ്ടിയിട്ട് ഞാൻ അവിടെ 2 കപ്പ് പാലെടുത്തു. 2 കപ്പ് പാലെന്ന് പറയുമ്പോൾ 1/2 ലിറ്ററിൻ്റെ പാക്കറ്റ് പാൽ മതി. പിന്നെ ഇതിനകത്തോട്ട് തിളച്ച് വരുന്ന സമയത്ത് നമ്മൾ റവ പൊടിച്ചതാണ് ചേർത്ത് കൊടുക്കുന്നത്. ഒരു 1/3 കപ്പിൽ റവ എടുക്കുന്നുണ്ട്. മെഷറിംഗ് കപ്പൊന്നും വേണമെന്നില്ല. നമ്മുടെ കയ്യിലുള്ള ഒരു ബൗൾ എന്തെങ്കിലും എടുത്തിട്ട് അതിൽ തന്നെ എല്ലാം അളന്നെടുത്താൽ മതി. അപ്പോൾ പൊടിച്ചിട്ട് വേണം കേട്ടോ ചേർക്കാൻ, എന്നാലേ നന്നായിട്ട് നമുക്ക് കിട്ടുള്ളൂ. അതിൻ്റെ കൂടെ തന്നെ 1/3 കപ്പിൽ പാൽപ്പൊടിയും കൂടി ചേർത്തിട്ടുണ്ട്. പിന്നെ ഇതിലേക്ക് ഒരു 1/4 കപ്പ് പഞ്ചസാരയും കൂടെ ചേർത്തിട്ട് നല്ലപോലെ മിക്സ് ചെയ്തെടുക്കുക. ഒരുപാട് നേരം വെക്കരുത്, അപ്പോൾ പിന്നെ പെട്ടെന്ന് റവ കട്ടയായി പോവും. പെട്ടെന്ന് തന്നെ മിക്സ് ചെയ്തെടുക്കുക. അതിനുശേഷം ഇതിനകത്തോട്ട് 1 ടേബിൾ സ്പൂൺ മൈദ ചേർത്തിട്ടുണ്ട്. മൈദക്ക് പകരം ഗോതമ്പ് പൊടി ആയാലും കുഴപ്പമൊന്നുമില്ല. അപ്പോൾ നല്ലപോലെ നമുക്കിനി മിക്സ് ചെയ്തിട്ട് ഇതൊന്ന് കുറുക്കിയെടുക്കാം. കട്ടയൊന്നും ഇല്ലാതെ തന്നെ മിക്സ് ചെയ്യാൻ നോക്കുക. അപ്പോൾ നന്നായിട്ട് നമ്മളിത് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. നമ്മളിതിൽ കോൺഫ്ലോർ ഒന്നും ചേർക്കുന്നില്ല, അല്ലാതെ തന്നെ ഇത് നന്നായിട്ട് തിക്കായിട്ട് വരും നമ്മൾ റവയൊക്കെ ചേർത്തുകൊണ്ട്. അപ്പോൾ ഇതിലേക്ക് ഞാനൊരു 1/4 ടീസ്പൂൺ വാനില എസൻസ് ചേർത്തിട്ടുണ്ട്. നിങ്ങൾക്ക് പകരം ഏലക്കപ്പൊടി വേണമെങ്കിൽ അത് ചേർത്താലും മതി. അപ്പോൾ നന്നായിട്ട് നമ്മളിത് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് ചെറുതായിട്ടൊന്ന് തിക്കാക്കി എടുക്കണം. അപ്പോൾ ഇത് ഈ ഒരു പരുവം ആകുമ്പോൾ നമുക്ക് ഫ്ലെയിം അങ്ങോട്ട് ഓഫ് ചെയ്യാം. എന്നിട്ട് പെട്ടെന്ന് തന്നെ ഇനി നമുക്ക് സെറ്റ് ചെയ്തെടുക്കാം. അപ്പോൾ സെറ്റ് ചെയ്യാനായിട്ട് നമ്മൾ എടുത്തിട്ടുള്ളത് റസ്ക് ആണ്. അപ്പോൾ റസ്ക് നമുക്ക് ഇതുപോലെ ഒന്ന് നിരത്തി വെച്ച് കൊടുക്കാം. അപ്പോൾ റസ്കിന് പകരം ബ്രെഡ് എടുത്താലും കുഴപ്പമൊന്നുമില്ല. അപ്പോൾ റസ്ക് ആകുമ്പോൾ കുറച്ചും കൂടി ഒന്ന് ക്രിസ്പി ആയിട്ടുണ്ടാവും അടിവശം കഴിക്കുമ്പോൾ. അപ്പോൾ ഫുള്ളായിട്ട് ഞാൻ എടുത്ത് വെച്ചതിന് ശേഷം ഇതിൻ്റെ മേലെ നമ്മൾ ഉണ്ടാക്കിയിട്ടുള്ള ഷുഗർ സിറപ്പ് മുഴുവനായിട്ട് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഫുള്ളായിട്ട് നമുക്ക് ഒഴിച്ചു കൊടുത്തതിന് ശേഷം നമ്മുടെ ആ ഒരു മിക്സ് ഇതിൻ്റെ മേലെ ഒഴിച്ചു കൊടുക്കുക. നിങ്ങളുടെ കയ്യിൽ ക്രീമൊക്കെ ഉണ്ടെങ്കിൽ 3 ലെയറായിട്ടും ഏറ്റവും മേലെ ക്രീമിൻ്റെ ലെയർ വേണമെങ്കിൽ വെച്ച് കൊടുക്കാം, വിപ്പിംഗ് ക്രീം വെച്ചിട്ട്. അപ്പോൾ ഞാൻ ഇതെല്ലാം ഒന്ന് നന്നായിട്ട് ലെവൽ ചെയ്ത് കൊടുക്കുന്നുണ്ട്. അടിയിൽ ഷുഗർ സിറപ്പ് ഉള്ളതുകൊണ്ട് കുഴപ്പമൊന്നുമില്ല, കാരണം അത് കുറച്ച് കഴിയുമ്പോൾ റസ്കിൽ നന്നായിട്ട് പിടിച്ചോളൂ. അപ്പോൾ നന്നായിട്ട് സെറ്റാക്കിയതിന് ശേഷം നമുക്കിതിൻ്റെ മേലയിൽ നട്ട്സ് കുറച്ചൊന്ന് കട്ട് ചെയ്തിട്ട് കൊടുക്കാം. നിങ്ങൾക്ക് ഇഷ്ടമുള്ള രീതിക്ക് ഡെക്കറേറ്റ് ചെയ്തെടുക്കാം. എന്നാലും ബദാമും അതുപോലെ തന്നെ പിസ്തയൊക്കെ ഇടുമ്പോൾ കടിക്കുമ്പോൾ നല്ല രസം ഉണ്ടാവും ഓരോ ബൈറ്റിലും. അപ്പോൾ ഫുള്ളായിട്ട് ഞാൻ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് റെസ്റ്റ് ചെയ്യാൻ വെക്കാം. ഒന്ന് നന്നായിട്ട് ചൂടാറുന്ന സമയത്ത് നന്നായിട്ടൊന്ന് കവർ ചെയ്തതിന് ശേഷം ഫ്രിഡ്ജിലൊന്ന് സെറ്റാകാൻ വെക്കുക. ഏകദേശം ഒരു 2 മണിക്കൂർ 3 മണിക്കൂറൊക്കെ ഒന്ന് വെക്കുകയാണെങ്കിൽ നന്നായിട്ട് സെറ്റായിട്ട് കിട്ടും. ഫ്രീസറിലല്ല കേട്ടോ, ഫ്രിഡ്ജിൽ വെച്ചാൽ മതി. ഇതിപ്പോൾ നന്നായിട്ട് ഇവിടെ സെറ്റായിട്ടുണ്ട്. നമുക്കിനി എടുത്ത് കട്ട് ചെയ്യാം. കുട്ടീസിനൊക്കെ ഭയങ്കര ഇഷ്ടമാവും, എല്ലാവർക്കും കഴിക്കാൻ ഇഷ്ടമാവുന്ന ഒരു റെസിപ്പിയും കൂടിയാണ്. അപ്പോൾ എന്തായാലും ട്രൈ ചെയ്ത് നോക്കുക. നിങ്ങൾക്ക് റെസിപ്പി ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടടുത്തുള്ള ബെല്ല് ക്ലിക്ക് ചെയ്തിട്ട് ഓളോട് ക്ലിക്ക് ചെയ്യുക. എന്നാൽ മാത്രമേ ഞാൻ വീഡിയോസ് ഇടുമ്പോൾ നോട്ടിഫിക്കേഷൻ വരുള്ളൂ. അപ്പോൾ ഇനി നമുക്കിത് സാധാരണ പുഡിങ് പോലെ തന്നെ കട്ട് ചെയ്ത് സെർവ് ചെയ്യാൻ പറ്റും. സിമ്പിളായിട്ട് കട്ട് ചെയ്തെടുക്കാൻ പറ്റുന്നതാണ്. അപ്പോൾ നമുക്കിതൊന്ന് എടുത്തിട്ട് ഒരു പ്ലേറ്റിലേക്ക് മാറ്റി നോക്കാം. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും റെസിപ്പി ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ എന്തായാലും വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്തേക്കണേ. അപ്പോൾ ഇതേപോലെ തന്നെ മറ്റൊരു നല്ല റെസിപ്പി ആയിട്ട് നമുക്ക് വീണ്ടും കാണാം ഇൻഷാ അല്ലാഹ്. താങ്ക് യു ഫോർ വാച്ചിങ്.